ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കൊരു ആദർശ വ്യതിയാനം ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഈ ചോദ്യങ്ങളുടെ ആകെ ഈ ചർച്ചയുടെ ആകെ മർമ്മം നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഇത് ഒന്നാമത്തെ ഒരു തർക്കവെപ്പ് നിലനിൽക്കുന്നത് ഈ കരാർ ഇല്ലാതായപ്പോ മാധു തന്നെ കത്ത് വായിച്ചു. വാസുകി IASന്റെ കത്ത് മാധു വായിച്ചു. നമ്മളത് തൽക്കാലത്തേക്ക് കുറെ കൺസേൺസ് ഉണ്ട്. മിനിസ്റ്റർ ഓഫ് കൗൺസിൽസിന്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് അത് അബയൻസിൽ വെക്കുന്നു. അബയൻസ് എന്ന് വെച്ചാൽ എ ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി, തൽക്കാലത്തേക്കുള്ള ഒരു അവസ്ഥ എന്നാണ്. എന്നാൽ അതിനകത്ത് പിന്നെ പറയുന്നത് എന്താണ്, ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഫർദർ ഇംപ്ലിമെന്റേഷൻ, ആ വാക്കാണ്, റിഗാർഡിംഗ് വിഡ്രോവൽ എന്നല്ല വാസുകി IAS പറയുന്നത്, ഫർദർ ഇംപ്ലിമെന്റേഷൻ എന്ന വാക്കാണ്. ഞാൻ അയച്ചു തരാം. അതിനു മുൻപ് ഇപ്പൊ 12/11 ഈ കത്ത് പോകുന്നത്. 4/11 ഒരു ജിയോ ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ ചെയ്യാൻ താഴെ പറയുന്ന മന്ത്രിമാരുടെ ഒരു സബ് കമ്മിറ്റി എന്ന് വെച്ചാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എന്നല്ല. ആ ഓർഡർ ഞാൻ അയച്ചിട്ടുണ്ട്, മാധു വായിച്ചോളൂ. അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്നാണ് മൂന്നാമത്തെ എന്റെ പോയിന്റ്. എപ്പോഴാണ് ഞാനും മാധുവും തമ്മിൽ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നു. ആ എഗ്രിമെന്റ് ഇല്ലാതാകാൻ, ആ എഗ്രിമെന്റിൽ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അതുവഴി മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. ഇപ്പൊ MOU കൃത്യമായി പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു ക്യാൻസൽ റിക്ലൈൻ എന്ന് വെച്ചാൽ ഈ കരാർ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് റിസർവ് എന്ന് വെച്ചാൽ ഇപ്പോൾ അയച്ച ഈ കത്ത് അത് താൽക്കാലികമായി ഒന്ന് തടിതപ്പി എന്നതല്ലാതെ MOU റദ്ദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ ലെറ്റർ എമൗണ്ട് ചെയ്യുന്നില്ല. ഒരർത്ഥത്തിൽ MOU ഇപ്പോഴും നിലനിൽക്കാണ്. ആത്മാർത്ഥമായി അത് നടപ്പിലാക്കില്ല എന്ന തീരുമാനത്തോടെയാണ്, നടപ്പാക്കാതിരിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് LDF ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ചതെങ്കിൽ ആ കത്ത് തുടങ്ങുന്നത് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ, റിവ്യൂ നടത്താൻ എന്നാണ്. നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്നാകുമായിരുന്നില്ല. അങ്ങ് പറഞ്ഞത് വസ്തുതാപരമാണ്, അതിൽ ഒരു വാക്ക് പോലും എടുത്തു കളയാനില്ല. അങ്ങ് ആ വിഷയം വളരെ കൃത്യമായി പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമാണ്. എനിക്കും അത് കൃത്യമായ അഭിപ്രായമാണ് അതിലുള്ളത്. കാരണം ഇതൊരു കണ്ണിൽ പൊടിയിടൽ കത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഞാൻ നേരത്തെ ശ്രീ VK സനോജിനോട് ചോദിച്ചത്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല, CPI ഉയർത്തിയ കടുത്ത പ്രതിഷേധത്തിന്റെ പേരിൽ ഒരുപക്ഷെ സഖ്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അത് ഫ്രീസ് ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ മൂന്നാം ഊഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് പോയിന്റ്. ഈ മൂന്നാം ഊഴം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ അൺഫ്രീസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം പിണറായി വിജയന് അത്രമാത്രം താല്പര്യമായിരുന്നു. വാസുകി IASന്റെ കത്തിൽ പറയുന്ന കാര്യത്തില് ഈ കെപ്റ്റിൻ അബയൻസ് എന്നുള്ള വാക്ക് കഴിഞ്ഞ് ആ പാരഗ്രാഫ് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അതിൽ പറയുന്നത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. അവരത് പഠിച്ചു കഴിയുന്നതിനനുസരിച്ച് മുറക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ അത് പഠനം നടക്കുന്ന കാലയളവ് ഇതൊന്ന് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു തരണം, ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്തു തരണം. ഇതായിരുന്നു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും പിന്നെ ഈ പറഞ്ഞ 2 ലക്ഷ്യങ്ങളാണ് ഇതിന് മറവിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയൻ നടപ്പിലാക്കിയ PM ശ്രീ, ആ PM ശ്രീയെ ഇന്നിപ്പോ ഷാജി മലക്കം മറിഞ്ഞു, ലീഗ് കടകം പിരിഞ്ഞു, ഓരോരുത്തരുടെ പ്രയോഗങ്ങളാ. ഷാജി മലക്കം മറിഞ്ഞു, ലീഗ് തിരിച്ചു മറിഞ്ഞു എന്നൊക്കെ. സഖാക്കളെ തരാതരം തന്തയെ മാറ്റുന്ന ഏർപ്പാട് ലീഗുകാരൻ്റെതല്ല, മറിച്ച് തരാതരം കാണുന്നവനെയൊക്കെ അപ്പ എന്ന് വിളിക്കുന്ന ഏർപ്പാട് അത് സഖാക്കളുടേതാ അല്ലേ? PM ശ്രീയിൽ പോയി ഒപ്പിട്ടു. എന്നിട്ട് വന്നിട്ട് ഇപ്പുറത്ത് മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ രാജൻ ചോദിക്കുക, PM ശ്രീ അതൊന്നും വേണ്ടപ്പാ. ഒപ്പിട്ട ആൾ പറയാണ്, അതിനെപ്പറ്റി ചർച്ചയും ചെയ്യുന്നില്ല, ഒപ്പിട്ട കാര്യം രാജനോട് പറയുന്നുമില്ല, ക്യാബിനറ്റ് അംഗത്തോട് പറയുന്നുമില്ല. എന്നിട്ട് ശിവൻകുട്ടി നടന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുക. എന്താ വാർത്താ സമ്മേളനത്തിന് പറയുന്നത്? ഞാൻ എൻ്റെ നിലപാട് മാറ്റി, ഞാൻ എൻ്റെ തന്തയെ മാറ്റി എന്നാ ചിന്താവാരികയിൽ ലേഖനം എഴുതുകയാണ് ശിവൻകുട്ടി. PM ശ്രീക്കെതിരെ ഘോരം കുരച്ചുകൊണ്ട്, പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ട് ചിന്താവാരികയിൽ ലേഖനം എഴുതുക. എപ്പോഴാണ് എഴുതുന്നത്? ഈ PM ശ്രീയിൽ ഒപ്പിട്ട് വന്നതിന് ശേഷം. 2023 തുടങ്ങിയ പരിപാടിയാ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട്. ആ 2023 മുതൽ PM ശ്രീയിൽ ഒപ്പിടാം, എങ്ങനെ ഒപ്പിടാം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇത് കൊട്ടും കുരവയുമായി
ചെന്ന് ഒപ്പിടാൻ പറ്റൂല. അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. രഹസ്യമായി പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം, ഏത് വഴിക്ക് പോകണം, ആര് പോകും, ആര് കൊണ്ടുപോകും, ആരൊക്കെ എങ്ങനെയൊക്കെയാ എന്നൊക്കെയുള്ള ചർച്ചകളിലായിരുന്നു പിണറായി വിജയൻ. അല്ലെങ്കിൽ ആ ചിന്ത ചർച്ചകൾ ഉണ്ടായിട്ടില്ല, മൂപ്പര് ഒറ്റയ്ക്ക് ചിന്തിക്കുകയായിരുന്നു ആരെയാണ് പറഞ്ഞു വിടുക, എപ്പോഴാണ് പോകേണ്ടത് എന്നൊക്കെയുള്ളത്. അങ്ങനെയാണ് രാത്രിക്ക് രാത്രി ഈ പറയുന്ന ജോൺ ബുട്ടാസ് കൈപിടിച്ച് ഉണ്ടാക്കിയ പാലത്തിലൂടെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് ശിവൻകുട്ടിക്ക് വിറയലാണല്ലോ. അപ്പോൾ ആ പാലം കിടക്കുന്നത് വരെ ജോൺ ബുട്ടാസ് ഇങ്ങനെ കൈപിടിച്ച് മുന്നേ നടക്കുകയായിരുന്നു. അങ്ങനെ പോയിട്ട് ഒപ്പിട്ട് വന്നത് ഒരു മനുഷ്യനെ അറിയിക്കാതെ, എല്ലാം രഹസ്യമായിട്ട്. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി അറിഞ്ഞില്ല, ക്യാബിനറ്റിലുള്ള ആ മന്ത്രിമാരറിഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ വളരെ രഹസ്യമാക്കിയിട്ട് എന്നിട്ട് ഒരു കത്ത് രണ്ടാമത് അയക്കുക. ഇവിടെ പ്രശ്നമായി, ക്യാബിനറ്റിൽ അറിയിക്കാത്തത് പ്രശ്നമായി. ബിനോയ് വിശ്വം കൊടുവാളുമായിട്ട് തെരുവിലിറങ്ങി. അങ്ങനെ പ്രതിപക്ഷമാണെങ്കിൽ ഒരു പൊടിക്കട്ടെങ്ങുന്നൊരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും തകിടം മറിഞ്ഞപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുണ്ടിട്ട് പോയത്. ഇത് രാത്രി കള്ളവെടിക്ക് പോണ ഏർപ്പാടുണ്ടല്ലോ, ആ രാത്രി കള്ളവെടിക്ക് പോകും പോലെ തലയിൽ മുണ്ടിട്ട് പോകാനുണ്ടായ കാരണം ഇത് കേരളത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരൂല എന്ന് പിണറായി വിജയന് ബോധ്യമുള്ളതുകൊണ്ടാണ്. എന്നിട്ട് പിണറായി വിജയൻ ഒരു കത്തെഴുതി, ഈ കോലാഹലങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്നു എന്നുള്ള കത്തല്ല, ഞങ്ങൾക്ക് ഈ കരാർ വേണ്ട എന്നുള്ള കത്തല്ല, ഞങ്ങൾക്ക് PM ശ്രീ വേണ്ട എന്നുള്ള കത്തല്ല, മറിച്ച് എന്താ കത്തിലെഴുതിയത്? ഞങ്ങളിത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, താൽക്കാലികമായിട്ടൊന്ന് ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞ മനുഷ്യൻ അന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഈ പ്രശ്നം. മാത്രവുമല്ല പ്രതിപക്ഷമായിരുന്നില്ല പിണറായി വിജയൻ്റെ പ്രശ്നം. പിണറായി വിജയൻ്റെ പ്രശ്നം CPI ആയിരുന്നു. CPI തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെ പാലം വലിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അവരെ കണ്ണിൽ പൊടിയിടാനാണ് പിണറായി വിജയൻ ചെയ്തത്. അപ്പം പിണറായി വിജയൻ ഒരു കാര്യം അറിയായിരുന്നു, എന്ത്? ഒന്നുകിൽ മൂന്നാമത് അധികാരത്തിൽ വരും, അങ്ങനെയാണെങ്കിൽ ഒരുത്തൻ്റെ ഔദാര്യവും വേണ്ട, നമുക്ക് ഇത് പൊടി തട്ടിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, അധികാരത്തിൽ വന്നില്ലെങ്കിൽ വരുന്നവന്മാർക്കിട്ട് 8ൻ്റെ പണി കൊടുക്കുകയും ചെയ്യാം. അതായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് പിണറായി വിജയൻ നടന്നു നീങ്ങിയത് വളരെ കൃത്യമായിട്ട്. എന്നിട്ട് ഇപ്പോൾ പറയാണ് എന്താണ്, ഷാജി മലക്കം മറിഞ്ഞു, ഷാജി നിലപാട് മാറ്റി. എടോ സഖാക്കളെ, കാരണം ഇന്നിപ്പോൾ ഈ ഷാജി മലക്കം മറിഞ്ഞു, ഷാജി തകിടം മറിഞ്ഞു, ഷാജി തിരിച്ചു, ഷാജി മറിച്ചു എന്നൊക്കെ പറയുന്ന സഖാക്കൾ തന്നെയാ ന്യൂസ് ചാനലുകളിൽ ഇരുന്ന് ഈ തലക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി വിടുന്ന ആളുകൾ. നല്ല ഒന്നാം തരം സഖാക്കളാ. അവർക്ക് ഇത് എഴുതുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒരു വലിയ ആഘാതമുണ്ട്. കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകനാണ് VD സതീശൻ പറഞ്ഞ 102 അല്ലെങ്കിൽ 100+ എന്ന് പറയുന്ന സീറ്റ് VD സതീശൻ്റെ വാദത്തെ അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുപിടിക്കുകയോ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും UDFന് കിട്ടുകയാണെങ്കിൽ 75, മറ്റവർക്കും ആ സാധ്യതയുണ്ട്. പിണറായി വിജയന് മൂന്നാമതും അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പണികൾ എടുത്തുകൊണ്ടിരിക്കുകയില്ലായിരുന്നോ? അപ്പോൾ അവരുടെയൊക്കെ കരണത്തിലേറ്റ അടി കിട്ടിയവന്മാർക്ക് ഇന്ന് ഷാജി മലക്കം മറിഞ്ഞു, ഷാജി തിരിഞ്ഞു, ഷാജി മറിച്ചു, മുസ്ലിം ലീഗ് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു. എടോ, എങ്ങോട്ടും തിരിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ പാർട്ടി, എൻ്റെ പാർട്ടി, ഈ ഹരിതക്കൊടിയേന്തിയവൻ്റെ പാർട്ടി മുസ്ലിം ലീഗ്, അത് UDF സർക്കാരിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി KM ഷാജി ഈ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ PM ശ്രീ ഇവിടെ നടപ്പിലാക്കില്ല. അതിനുള്ള പണിയൊക്കെ അറിയാവുന്നവർ തന്നെയാണ് മന്ത്രിസഭയിലുള്ളതും
മുസ്ലിം ലീഗിൻ്റെ ഈ പാർട്ടിയെ നയിക്കുന്നവരും. കാര്യത്തിലൊന്നും തർക്കങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പം 4 അംഗ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പഠന റിപ്പോർട്ട്, അവരുടെ ചർച്ചകൾക്ക് ഒടുവിൽ ഈ പദ്ധതി എടുത്ത് അറബിക്കടലിൽ എറിയാൻ തന്നെയാ. ഇപ്പൊ സഖാക്കൾ ആരെങ്കിലും ഇപ്പോൾ ഇത് ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അറബിക്കടലിൽ എവിടെയാ എറിഞ്ഞത്? കടലുണ്ടിയിലാണോ കോഴിക്കോട്ടാണോ അതോ എന്ന് ചോദിച്ച് വരാൻ നിൽക്കണ്ട. അതൊരു പദപ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സഖാക്കളായിട്ടുള്ള ക്രിമികീടങ്ങൾ ചാനൽ ഡെസ്കുകളിൽ ഇരുന്നിട്ട് ഷാജി മറിഞ്ഞു, ലീഗ് തിരിഞ്ഞു എന്നൊക്കെ എഴുതി വിടാൻ വലിയ താല്പര്യം ഉണ്ടാവും നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ഈ പാർട്ടി ആ പറഞ്ഞ വാക്ക് അത് പാലിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇത്ര വലിയ തിരക്കൊന്നും വേണ്ട ഈ കാര്യത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതിൽ പിന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോഴതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് മാത്രമേ UDF സർക്കാർ പറഞ്ഞിട്ടുള്ളൂ പുറത്ത്. ആ പദ്ധതിയിൽ കേരളമുണ്ട്, ആ പദ്ധതിയിൽ നിന്ന് കേരളം പിൻവാങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? ആ പദ്ധതിയെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ലീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ നിയമസഭക്കകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു മറിച്ചിലും ഒരു തിരിച്ചിലും മുസ്ലിം ലീഗിൻ്റെ ഈ മന്ത്രിസഭയുടെ ഭാഗമാകുന്ന കാലത്തോടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ക്രിമികീടം, ഡെസ്കിലിരിക്കുന്ന ക്രിമികീടങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് തോൽവിയിലേറ്റ ആഘാതത്തിന് ഒരു മറുമരുന്ന് അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം എന്ന കണക്കാണെങ്കിൽ നിങ്ങൾ വേണ്ടുവോളം തലക്കെട്ടുകൾ സൃഷ്ടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഫലമുണ്ടല്ലോ, ഒരു റിസൾട്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പദ്ധതി അത് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് മൂലക്കിടാൻ വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഇത് വെറുതെ അങ്ങോട്ട് തള്ളിമറിക്കുന്നതൊന്നുമല്ല. ലീഗിന് കൃത്യമായ നിലപാടുകളുണ്ട്, കൃത്യമായ അജണ്ടകളുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊരു അജണ്ടകൾ എന്ന് പറയുമ്പോൾ അതിന് അജണ്ടയായിട്ടില്ല, അതിനൊരു പോളിസിയാണ്, അത് ആശയമാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ലീഗ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്.